അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു തുക ഇടുക. ഇപ്പോൾ ഒരു 7 വർഷം കഴിഞ്ഞിട്ട് അവൻ കോളേജിലേക്ക് എത്തൂ, അവൻ അല്ലെങ്കിൽ അവൾ കോളേജിലേക്ക് എത്തൂ എന്നുണ്ടെങ്കിൽ റിക്കറിങ് ഡെപ്പോസിറ്റിലിടുക ഒരു എമൗണ്ട്. അപ്പോഴേക്കും അത് ആ 7 വർഷം കഴിയുമ്പോഴത്തേന് ഇരട്ടിയായിട്ട് നമ്മുടെ കയ്യിലേക്ക് ആ പണം എത്തും. അതുപോലെ തന്നെ മകളെ കെട്ടിക്കാനാണ്. മകളെ കെട്ടിക്കാൻ ഇനിയും 10 കൊല്ലോ 15 കൊല്ലോ കഴിഞ്ഞിട്ടേ ഉള്ളൂ, കൊച്ചു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു റിക്കറിങ് ഡെപ്പോസിറ്റ് ആ കുട്ടിയുടെ പേരിലിടുക. അത് 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ ഇട്ടാൽ കെട്ടിക്കാൻ സമയമാകുമ്പോഴത്തേക്കും 2 കോടിയായിട്ട് നമ്മുടെ കയ്യിൽ തിരിച്ചെത്തുന്നു. ഇങ്ങനെ എങ്ങനെയാണ് ഈ പണം പല ആവശ്യങ്ങളിലേക്കായിട്ട് വിന്യസിക്കേണ്ടത്? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ സഹായം തേടുന്നത് തീർത്തും ഉചിതമായിരിക്കും. അദ്ദേഹം അത് പറഞ്ഞു തരും. അങ്ങനെ എല്ലാ പൈസയും ബാങ്കിൽ കൂടെ കൊണ്ടുപോയി ഇടണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ അത്യാവശ്യം നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയും കയ്യിലിരുന്ന് കളിച്ച് കളയാതിരിക്കാൻ വേണ്ടിയും അതിൻ്റെ ഒരു നല്ല ഭാഗം നമ്മൾ ബാങ്കിൽ വിവിധ തരം അക്കൗണ്ടുകളിലായിട്ട് ഒന്നിലധികം ബാങ്കുകളിലായിട്ട് നിക്ഷേപിക്കുക. ഒരു കാരണവശാലും ഈ പറയപ്പെട്ട സഹകരണ ബാങ്കുകളിലോ അതുമല്ലെങ്കിൽ മറ്റ് ഫിനാൻസിയേഴ്സിലോ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് മറ്റു പല ഓഫറുകളുമായി നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലുള്ള ഓഫറുകളുമായി നിങ്ങളുടെ സമീപത്തേക്ക് എത്തിച്ചേരുന്നവർ കാണും ഫിനാൻസിയേഴ്സായിട്ട്. അവരെ ആരെയും വിശ്വസിക്കരുത്.